ഹായ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു സാധനം പരിചയപ്പെടുത്താനാണ് വന്നേക്കണേ. എന്തിട്ടാന്നല്ലേ കാണിച്ചത്. ഇതാണ് സാധനം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ബാഗാണോ ഞാൻ പരിചയപ്പെടുത്തുന്നത്? അല്ല, ഇതിനുള്ളിൽ ഒരു സാധനം ഉണ്ട്. ഈ ബാഗ് അടക്കാണ് സെയിം. കാണിച്ചു തരാം, കാണാം. ഹോസ്പിറ്റൽ കിറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറെ സാധനങ്ങളൊന്നുമല്ല. ഒരു ഡെലിവറിക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ടർക്കി, കുഞ്ഞ് ബ്രെഡ് പോലെ ഉപയോഗിക്കാം. എവിടെയെങ്കിലൊക്കെ കൊച്ചിനും കൊണ്ട് പോകുമ്പോൾ കിടത്താം ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല കട്ടിയുള്ളൊരു ടർക്കിയാണ് കേട്ടത്. നല്ല ഭംഗിയില്ലേ, നല്ല സോഫ്റ്റാണ് സാധനം. അപ്പോൾ ഇത് ഒരു ടർക്കി, ഇതും അടുത്ത ടർക്കി തന്നെ. ടർക്കി ഇട്ട് കൊച്ചിന് ഒരു ബെൽറ്റ് ഉണ്ട്. ഇതും അതാണ് പ്രത്യേകത. വേറെ പ്രത്യേകതയൊന്നും ഇല്ല. സാധാരണ ഒരു ടർക്കി തന്നെയാണ്. കൊച്ചിനെ തലകൂടെ ഒക്കെ ഇട്ട് മൂടണ ഒരു ടർക്കി ബെൽറ്റൊക്കെ ഇട്ട് സേഫായിട്ട് ഇരുന്നോളും കൊച്ച്. ഇത് ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പറ്റിയ ടർക്കി ഇടാം. കൊച്ചിനെ കിടത്താൻ മൂടി പൊതിച്ച് എടുക്കാനൊക്കെ ഉള്ള ടർക്കി തന്നെ. പിന്നെ ഇത് സെറ്റർ, കൊച്ചിനെ പ്രസവം കഴിയുമ്പോൾ ആശുപത്രികളിൽ ഇടിക്കണ കുഞ്ഞ് സെറ്ററാണ്. സെറ്ററിൻ്റെ ഉള്ളിൽ തൊപ്പിയുണ്ട്, സോക്സ് ഉണ്ട്. ഇത് കെട്ടുടുപ്പ്, കൊച്ചുകുട്ടികളെ ഒരു 10-28 വരെയൊക്കെ ഇടിക്കണ കെട്ടുടുപ്പാണിത്. 3 ഉണ്ട്. 1, 2, 3. ഇനിയുള്ളത് ഒരു 3 മൂല ഉണ്ണിമാരെ അങ്ങനെ കെടുത്തിയിട്ട് ഇതിൽ കെടുത്തിട്ട് ഇതാ ഇങ്ങനെ കെട്ടണം. 3 മൂല തുണി. ഇതും 3 ഉണ്ട്. 3. ഇത് നല്ല സോഫ്റ്റ് തോർത്തുമുണ്ടാണ്. കുഞ്ഞുമുണ്ട്. ഉണ്ണിയോളെ തോർത്താൻ ഉപയോഗിക്കുന്ന തോർത്തുമുണ്ട്. ഇത് 1 മീറ്റർ തുണി ഇതിൽ വെച്ചിട്ടുണ്ട്. അത് അമ്മയ്ക്ക് കുഞ്ഞിനെ ആർക്കാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. 1 മീറ്ററും കൂടി 1 തുണിയും കൂടി ഇതിലുണ്ട്. അതിൽ ഞാൻ വെച്ചിട്ടില്ല. ഡ്രൈ ഷീറ്റ്, കൊച്ച് മൂത്രമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബെഡുമേ അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കയ്യിലിട്ട് എടുക്കുക. അപ്പോൾ യൂറിനും നമ്മുടെ മേത്താവില്ല. അതിന് ഡ്രൈ ഷീറ്റ്. ഇത് റബ്ബർ ഷീറ്റ്, ബെഡിൽ വിരിക്കുക അല്ലെങ്കിൽ കൊച്ചിനെ കുളിപ്പിക്കുമ്പോൾ എണ്ണ തേച്ച് ഇടാനൊക്കെ ഉള്ള ഷീറ്റ്, റബ്ബർ ഷീറ്റ്. ഇത് ഉണ്ണിക്ക് തൊപ്പി,